ഹായ് ഓൾ, സെലൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ MA ഇംഗ്ലീഷിന്റെ ജോസഫ് ടു ദ എലിസബത്ത് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. യൂണിറ്റ് 4 പ്രോസ് ആൻഡ് ഫിക്ഷൻ. ഈ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത് റിനൈസൻസ്, ഹ്യൂമാനിസം, ദ ഇംഗ്ലീഷ് ബൈബിൾ എന്നീ ടോപ്പിക്സ് ആണ് നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ സർ തോമസ് മോർ, ജോൺ വൈക്ലിഫ് ആൻഡ് വില്യം ടെൻഡലിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇതിന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ ഹ്യൂമാനിസം, ബൈബിളിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം പഠിച്ചിരുന്നു. സോ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇതിന്റെ നമ്മൾ കൂടുതലായിട്ടും പഠിക്കാൻ പോകുന്നത് ഹ്യൂമാനിസ്റ്റ് ഷിഫ്റ്റ് ആൻഡ് ഐഡിയൽ വേൾഡ്, ദ ഇംഗ്ലീഷ് ബൈബിൾ. ഇതിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷ് പ്രോസ് എന്ന് പറയുമ്പോൾ ഗദ്യവും അതുപോലെ തന്നെ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നോവൽസിനെയാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ ഡെവലപ്മെന്റ് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഇൻവോൾവ് ആണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും റിനൈസൻസ്, ഹ്യൂമാനിസം, ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ എല്ലാം ഈ പ്രോസ് ആൻഡ് ഫിക്ഷൻ ഡെവലപ്മെന്റിന്റെ പാർട്ടുമായി അറ്റാച്ച്ഡ് ആണ്. സോ ഈ ഒരു ഡെവലപ്മെന്റിന് മുൻപ് റൈറ്റേഴ്സ് ജസ്റ്റ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാറുള്ളായിരുന്നു. ബട്ട് ആഫ്റ്റർ ദിസ് ഡെവലപ്മെന്റ് സൊസൈറ്റി, പൊളിറ്റിക്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ ലൈഫ്സ് ഒക്കെ റൈറ്റേഴ്സിന്റെ സബ്ജക്ട്സ് ആയി മാറി തുടങ്ങി. സോ ഈ അപ്ഡേറ്റഡ് പ്രോസ്, അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗദ്യങ്ങളിൽ മനുഷ്യന്റെ അന്തസ്സിനെയും സാമൂഹിക പരിഷ്കരണത്തിനും ഇമ്പോർട്ടൻസ് നൽകിയാണ് എഴുതി വന്നിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഹ്യൂമാനിസ്റ്റ് ഷിഫ്റ്റ് ആണ്. അതിന്റെ എന്താണ് ഹ്യൂമാനിസം എന്നാണ് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്. മനുഷ്യർ അവരുടെ കഴിവുകൾക്കും ക്ഷേമം എന്നിവയ്ക്കും കേന്ദ്ര സ്ഥാനം നൽകിയിരുന്ന ഒരു നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ഓക്കെ, which is a Renaissance movement that placed human beings, their abilities and their welfare at the center of attention. So ഇതിന്റെ മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് റീസൺ ആൻഡ് എഡ്യൂക്കേഷൻ. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐഡിയ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ യുക്തിയുടെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം അത് ആൾക്കാർക്ക് മനസ്സിലാകാനായിട്ട് തുടങ്ങി. The next one is improvement of society through knowledge. അറിവുകളിലൂടെ സാമൂഹിക പുരോഗതി നേടാനായിട്ട് തുടങ്ങി. ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോമൻ ലേണിംഗ്. ഇതെല്ലാം നമ്മൾ മുൻപത്തെ ചാപ്റ്റേഴ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പുരാതന ഗ്രീക്ക് റോമൻ പഠനങ്ങളിലോട്ടുള്ള താല്പര്യങ്ങൾ മനുഷ്യർക്ക് വർദ്ധിക്കാൻ തുടങ്ങി. ഫോക്കസ് ഓൺ ഹ്യൂമൻ ഹാപ്പിനെസ് ആൻഡ് വെൽഫെയർ. മനുഷ്യന്റെ സന്തോഷത്തിലും ക്ഷേമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുവാൻ തുടങ്ങി. ഇതാണ് ഹ്യൂമാനിസത്തിന്റെ മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത്. സോ ഈ ഹ്യൂമാനിസത്തിന്റെ ഐഡിയാസ് പിന്നീട് വന്ന സർ തോമസ് മോറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. സോ അദ്ദേഹം ഉട്ടോപ്യ എന്നൊരു കൃതി എഴുതുകയും ചെയ്തു. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. അതിന്റെ മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത് ഹ്യൂമാനിസം തന്നെയായിരുന്നു. സോ സർ തോമസ് മോറിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഹ്യൂമനിസ്റ്റ് ആയിരുന്നു, സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, റൈറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൺട്രി ഇംഗ്ലണ്ട് ആയിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് റിനൈസൻസ് കാലഘട്ടമായിരുന്നു. പ്രൊഫഷൻ ഹ്യൂമനിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഉട്ടോപ്യ തന്നെയാണ്. ഉട്ടോപ്യ ആദ്യമേ ലാറ്റിൻ ലാംഗ്വേജിലാണ് പബ്ലിഷ് ചെയ്തത് 1516. പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് 1551 ഇംഗ്ലണ്ടിലെ ആദ്യകാല നവോത്ഥാന ഹ്യൂമനിസ്റ്റുകളിൽ ഒരാളായ മോർ സാഹിത്യ പ്രാധാന്യമുള്ള ആദ്യത്തെ പ്രധാന ഇംഗ്ലീഷ് ഗദ്യ എഴുത്തുകാരനായിരുന്നു. ഫിക്ഷൻ സ്റ്റോറീസ്, അതായത് കഥാസാഹിത്യത്തിലൂടെ ഒരു ഐഡിയൽ സൊസൈറ്റി, അതായത് മാതൃകാപരമായിട്ടുള്ള ഒരു സൊസൈറ്റിയെ കൊണ്ടുവരണം എന്ന ആശയം അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. സോ അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ അഴിമതികളെ വിമർശിക്കാനായിട്ട് ഒരു വെപ്പണായിട്ട് സാഹിത്യത്തെ അദ്ദേഹത്തിന് യൂസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. സോ നമുക്ക് സർ തോമസ് മോറിന്റെ ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ 1478 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരിച്ചത് 1535. ദെൻ നമുക്ക് നോക്കാനായിട്ടുള്ള സർ തോമസ് മോറിന്റെ ഫേമസ് റൈറ്റിംഗ് ആണ് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഉട്ടോപ്യ, ആൻഡ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ്. ഉട്ടോപ്യ എന്ന കൃതി 1516 സർ തോമസ് മോറാൽ എഴുതപ്പെട്ടു. ഉട്ടോപ്യ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് നോ പ്ലേസ് എന്നാണ്. ഇതൊരു ഇമാജിനറി സൊസൈറ്റി ആയിരുന്നു. ലൈക്ക് ഇൻ ദ റൈറ്റിംഗ്സ് ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ അൺനോൺ ഐലൻഡ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് 1551 1516 ഇത് ലാറ്റിൻ ലാംഗ്വേജിൽ എഴുതി പൂർത്തീകരിക്കുന്നത്. ഏൻഷ്യന്റ് ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള പ്ലേറ്റോ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് പ്ലേറ്റോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഐഡിയാസിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഉട്ടോപ്യ എന്ന കൃതി സർ തോമസ് മോർ എഴുതിയത്. ഇതിന്റെ പശ്ചാത്തലം, അതായത് സെറ്റിംഗ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇമാജിനറി ഐലൻഡ് വിച്ച് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ്. ഇതൊരു പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് സിറ്റി ആയിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഗവർണഡ് ബൈ റീസൺ ആൻഡ് ജസ്റ്റിസ്. യുക്തിയിലും നീതിയിലും അധിഷ്ഠിതമായി ഭരിക്കപ്പെട്ടിരുന്ന ഒരു ദ്വീപാണ് ഉട്ടോപ്യ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ യൂറോപ്യൻ സമൂഹത്തിന് തികച്ചും വിപരീതമായിട്ട് ഭരിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് ഉട്ടോപ്യ എന്ന് പറയുന്ന ഇമാജിനറി ഐലൻഡ്. സോ ഇവിടുത്തെ മേജർ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ, സോഷ്യൽ, റിലീജിയസ് ആൻഡ് എക്കണോമിക് ഫീച്ചേഴ്സ് തന്നെയാണ് മേജർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സർ തോമസ് മോർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കി കഴിയുകയാണെങ്കിൽ ഇലക്ടഡ് ഗവൺമെന്റ് ആണ്, തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരായിരുന്നു, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരായിരുന്നു ഉട്ടോപ്യയിൽ ഉണ്ടായിരുന്നത്. ജനാധിപത്യ ഭരണമായിരുന്നു. നമ്മുടെ ഇന്ത്യയിലേക്ക് പോയത് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ തന്നെയായിരുന്നു. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ഓൾ സിറ്റിസൺസ്, എല്ലാ പൗരന്മാരുടെയും ക്ഷേമം അവരുടെ മെയിൻ ഫോക്കസ് ആയിരുന്നു. ഇതാണ് പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ സോഷ്യൽ ഫീച്ചേഴ്സ്. ഉട്ടോപ്യ എന്ന ഐലൻഡിൽ ആർക്കൊക്കെ സമ്പത്തുണ്ടോ അതെല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അവിടെ പോവർട്ടി ഇല്ലായിരുന്നു, സ്വകാര്യ സ്വത്തുക്കളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എല്ലാ മനുഷ്യന്മാരും ഈക്വൽ ആയിരുന്നു, എല്ലാവർക്കും വെൽത്ത് എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു. നെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ റിലീജിയസ് ഫീച്ചേഴ്സ് ആണ്. ഉട്ടോപ്യയിലെ ഒരു ഫീച്ചർ ആയിരുന്നു റിലീജിയസ് ടോളറൻസ്. സ്വന്തം വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആൻഡ് ധൈര്യം അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇനി അവിടുത്തെ സാമ്പത്തിക സവിശേഷതകൾ നോക്കിയാലോ, എക്കണോമിക് ഫീച്ചേഴ്സ്, എല്ലാവരും ജോലി ചെയ്യുമായിരുന്നു. അവിടെ ആരും തന്നെ ജോലി ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ലായിരുന്നു. അതുപോലെ തന്നെ വെൽത്ത് ഷെയർ, എല്ലാവരും അവർക്ക് കിട്ടുന്ന വെൽത്ത് എന്താണോ അതെല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. മണി ഈസ് ദ സെന്റർ ഓഫ് ലൈഫ് എന്ന കോൺസെപ്റ്റേ ഉട്ടോപ്യയിൽ ഇല്ലായിരുന്നു. അതായത് പണമാണെല്ലാം, പണമുണ്ടേലേ ജീവിതമുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് ഉട്ടോപ്യയിൽ നിന്നും തുറച്ചു നീക്കിയിരുന്നു. സോ അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളതാണ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടർണിറ്റി. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഉട്ടോപ്യ ഇൻ ഇറ്റ്സ് ഏർലി എംഫസിസ് ദേ ആർ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടർണിറ്റി. ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യം, ഫ്രീഡം ടു തോട്ട് ആൻഡ് റിലീജിയൻ. ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും തുല്യമായ പരിഗണനയാണ് ഉട്ടോപ്യയിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. ഫ്രട്ടർണിറ്റി ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യവും സഹകരണവും. ഇന്നത്തെ കാലത്ത് പലയിടങ്ങളിലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഉട്ടോപ്യ എന്ന് പറയുന്ന ഇമാജിനറി ഐലൻഡിൽ അന്നത്തെ കാലത്ത് സർ തോമസ് മോർ കൊണ്ടുവന്നിരുന്നത്. These are the ideas that became famous during the French Revolution, but More discussed them much earlier than the French Revolution. ഫ്രഞ്ച് റവല്യൂഷൻ കാലഘട്ടങ്ങളിൽ ഈ ഐഡിയാസ് ഒക്കെ വളരെ പ്രസക്തമായിരുന്നെങ്കിലും മോർ ഈ ഐഡിയാസിനെയൊക്കെ അതിന് മുമ്പേ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു ഉട്ടോപ്യ എന്ന കൃതിയിലൂടെ. സോ ഇത്രയും നേരം നമ്മൾ ഉട്ടോപ്യയുടെ പോസിറ്റീവ് സൈഡ്സ് എല്ലാം നോക്കി. ഇനി ഇതിന് കുറച്ച് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. അത് ഉട്ടോപ്യ ആസ് എ സോഷ്യൽ സറ്റയർ എന്ന് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സറ്റയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദുരന്ത സ്റ്റോറീസ്. ഓക്കെ, എല്ലാം പെർഫെക്റ്റ് ആക്കാതെ സർ തോമസ് മോർ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളും ഉട്ടോപ്യയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഉട്ടോപ്യ എന്ന് പറയുന്ന കൃതിയിൽ കൊണ്ടുവന്നതിലൂടെ അദ്ദേഹം ഒരു ഡയറക്റ്റ് വിമർശനമാണ് നടത്തുന്നത്. ഡയറക്റ്റ് വിമർശനം എന്ന് പറയുമ്പോൾ യൂറോപ്യൻ കറപ്ഷനെതിരെയുള്ള ഡയറക്റ്റ് വിമർശനം തന്നെയായിരുന്നു
നടത്തിയിരുന്നത്. യൂറോപ്യൻ അഴിമതി, ഭരണാധികാരികളുടെ അത്യാഗ്രഹം, സാമൂഹിക അസമത്വം, അധികാര ദുർവിനിയോഗം, സാമ്പത്തിക ചൂഷണം എന്നിവയൊക്കെയായിരുന്നു അദ്ദേഹം ശക്തമായിട്ടും വിമർശിച്ചിരുന്നത്. സോ ഉട്ടോപ്പിയ എന്ന് പറയുന്ന ഈ കൃതി സൈമൾട്ടേനിയസ്ലി ഐഡിയൽ സൊസൈറ്റിയുടെ ബ്ലൂ പ്രിന്റും അതുപോലെ തന്നെ 16th സെഞ്ചുറിയിലെ യൂറോപ്പിനെതിരെയുള്ള ഷാർപ്പ് ക്രിറ്റിസിസവും ആയിരുന്നു. മെയിൻ ക്യാരക്ടേഴ്സിനെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഫസ്റ്റ് വൺ തോമസ് മോർ ആണ്, നറേറ്റർ ഓഫ് ദി സ്റ്റോറി. ദെൻ പീറ്റർ ഗിൽസ് അവരുടെ ഒരു സുഹൃത്താണ്, ഹിസ്റ്റോറിക്കൽ ഫിഗർ ആണ്, ചരിത്ര പുരുഷനാണ്. ഓക്കെ, അതായത് നമുക്ക് നോക്കാനായിട്ടുള്ളതാണ് റാഫേൽ ഇത്തലോടെ. ഹി വാസ് എ ട്രാവലർ ആൻഡ് ഫിലോസഫർ, ഡിസ്ക്രൈബ്സ് ദ ഐലൻഡ് ഓഫ് ഉട്ടോപ്പിയ. ഉട്ടോപ്പിയ ദ്വീപിനെ കുറിച്ച് വിവരിക്കുന്ന സഞ്ചാരിയും തത്വചിന്തകനുമായ വ്യക്തിയായിരുന്നു റാഫേൽ. ലാസ്റ്റ് വൺ ഹു ഇസ് നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് ഉട്ടോപ്പിയ, ജനറൽ ഊട്ടോപ്പസ്. ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് യൂട്ടോപ്പിയ എന്ന് പറയുന്ന കൃതിയിൽ മെയിൻ ആയിട്ട് ഉള്ളത്. സോ ഇത്രയും നേരം നമ്മൾ സർ തോമസ് മോറിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ജോൺ വൈക്ലിഫിനെ കുറിച്ചാണ്. 1324 ജനിച്ച വൈക്ലിഫ് 1384 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ജീവിച്ചിരുന്നത്. ആൻഡ് ഹി വാസ് കോമൺലി അക്നോളജ്ഡ് ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ്. ഇംഗ്ലീഷ് പ്രോസ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഗദ്യങ്ങൾ. ഇംഗ്ലീഷ് ഗദ്യങ്ങളുടെ പിതാവ് എന്നാണ് ജോൺ വൈക്ലിഫിനെ അറിയപ്പെട്ടിരുന്നത്. ആദ്യകാലത്തെ മതനവീകരണ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു ജോൺ വൈക്ലിഫ്. ഹിസ് ഫോളോവേഴ്സ് വേർ നോൺ ആസ് ലൊള്ളാർഡ്സ്. അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന ആൾക്കാരെ അറിയപ്പെടുന്നതാണ് ലൊള്ളാർഡ്സ് എന്ന്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്പാൻ ഓവർവ്യൂ. സോ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇംഗ്ലീഷ് ബൈബിൾ. 1380 1388 ഇടയ്ക്ക് ലാറ്റിൻ ലാംഗ്വേജിൽ ഉണ്ടായിരുന്ന ബൈബിളിനെ ആദ്യ ഇംഗ്ലീഷ് ബൈബിൾ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ജോൺ വൈക്ലിഫ് എന്ന് പറയുന്നത്. സെന്റ് ജെറോമിന്റെ ലാറ്റിൻ വൾഗേറ്റ് ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ബൈബിൾ. സോ ഈ ട്രാൻസ്ലേറ്റഡ് ബൈബിൾ വന്നതോടുകൂടി തന്നെ ഈ ബൈബിളിന് ഓർഡിനറി പീപ്പിൾസിന് കൂടുതൽ ആക്സസിബിലിറ്റി ഉണ്ടായി. ഓക്കെ, അവർക്ക് കൂടുതലായിട്ട് പഠിക്കാനും വായിക്കാനും ഒക്കെ എളുപ്പമായി ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത് വന്നതുകൊണ്ട്. വൈക്ലിഫിന്റെ നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ് അറ്റാക്സ് ഓൺ ചർച്ച് അബ്യൂസ്. സഭയിലെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ. ചർച്ചുകളിൽ അഥവാ സഭകളിൽ നടക്കുന്ന അഴിമതികളെയൊക്കെ വിമർശിക്കുകയും വ്യവസ്ഥാപിതമായ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്ത വ്യക്തിയായിരുന്നു വൈക്ലിഫ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിറ്റിസൈസിംഗ് ഉണ്ടാകുമ്പോഴത്തേനും, അത് ചർച്ചിനെതിരെ ഉണ്ടാകുമ്പോഴത്തേനും അവിടെ എന്തായാലും ഒരു വാദം ഉണ്ടാവും. സോ ഈ വാദങ്ങളെല്ലാം നോർമൽ പീപ്പിൾസ് ഉണ്ടാവില്ല, നോർമൽ കോമൺ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ചർച്ചിൽ ഉണ്ടാവും ആ ഒരു ടൈമിലൊക്കെ. സോ അവർക്ക് ഈ വാദങ്ങളെല്ലാം മനസ്സിലാകാനായിട്ടും എന്താണ് ഇവിടെ നടക്കുന്ന അബ്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ ക്രിറ്റിസൈസിംഗ് ആണ് വൈക്ലിഫ് എടുത്ത് കാണിക്കുന്നത് എന്ന് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അദ്ദേഹം സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ആർഗ്യുമെന്റ്സ് എല്ലാം പ്രൊസീഡ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂസ് ഓഫ് പാംഫ്ലെറ്റ്സ് ആണ്. ലഘുലേഖനങ്ങളുടെ ഉപയോഗം എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനായി ലഘുലേഖനങ്ങൾ ഉപയോഗിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് എഴുത്തുകാരനായിരുന്നു വൈക്ലിഫ്. സിമ്പിൾ, ലോജിക്കൽ ആൻഡ് ഫോഴ്സ്ഫുൾ ലാംഗ്വേജ് ആൻഡ് സ്റ്റൈലിലായിരുന്നു അദ്ദേഹം ഈ പാംഫ്ലെറ്റ്സ് അല്ലെങ്കിൽ ലഘുലേഖനങ്ങളെല്ലാം എഴുതിയിരുന്നത്. സോ സാധാരണക്കാർക്ക് അതെല്ലാം ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു. നമ്മൾ രണ്ടുപേരുടെ ലൈഫ് ആൻഡ് അവർ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ചു. നമ്മൾ 3 പേരുടെ ടോട്ടലി നോക്കിക്കൊണ്ടിരുന്നത്. സോ ലാസ്റ്റ് വൺ ഈസ് വില്യം ഡെൽ. വൈക്ലിഫിനെ നോക്കിയാലും മോറിനെ നോക്കിയാലും അവരുടെ ബർത്ത് ആൻഡ് ഡെത്ത് കൃത്യമായിട്ട് ഹിസ്റ്ററീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് വില്യം ടിൻഡലിന്റെ കാര്യം വരുമ്പോഴത്തേനും അദ്ദേഹത്തിന് 2 ബർത്ത് ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോഴും കൺഫർമേഷൻ ഒന്നും ഇല്ല ഏതാണ് കറക്റ്റ് എന്ന്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് പ്രകാരം അദ്ദേഹത്തിന്റെ ജനനവർഷം എന്ന് പറയുന്നത് 1494 ആണ്. 1552 അദ്ദേഹം ചരിത്രപ്രധാനമായ വിവർത്തന ജോലി, ട്രാൻസ്ലേഷൻ വർക്ക് ആരംഭിച്ച കേംബ്രിഡ്ജ് റിഫോമേഴ്സിലെ പ്രധാന അംഗമായിരുന്നു ടിൻഡൽ. സോ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് പ്രകാരം അദ്ദേഹത്തിന്റെ ബർത്ത് ഇയർ എന്ന് പറയുന്നത് 1494 ആണെങ്കിലും ചില പുസ്തകങ്ങൾ അത് 1468 ആണെന്നും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈവന്റെ അദ്ദേഹത്തിന്റെ ബർത്ത് ഡേറ്റിൽ ഇങ്ങനെ കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിലും 2 ഡേറ്റ് നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഡെത്ത് ഇയർ കൃത്യമായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിരുന്നു. 1534 വില്യം ഡെൽ അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മേജർ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ബൈബിൾ ട്രാൻസ്ലേഷൻ ആയിരുന്നു. ഒറിജിനൽ ഗ്രീക്ക് ആൻഡ് ഹെബ്രു ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും അദ്ദേഹം ഡയറക്ട്ലി ബൈബിളിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. ട്രാൻസ്ലേഷൻ പിന്നീട് മൈൽസ് കവർഡേൽ പൂർത്തിയാക്കുകയും ടിൻഡലിന്റെ മരണശേഷം 1611 ഇതൊരു ഫേമസ് ഓതറൈസ്ഡ് വെർഷൻ ആയിട്ട് റിലീസ് ചെയ്യുകയും ചെയ്തു. സോ ആ വെർഷനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കിങ് ജെയിംസ് ബൈബിൾ എന്നായിരുന്നു. സോ ഈ ബൈബിൾ ട്രാൻസ്ലേഷൻ കൊണ്ട് ഇംഗ്ലീഷ് പ്രോസിന് എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് എന്നൊരു ചോദ്യമുണ്ട്. സോ ഈ ടിൻഡലിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് ഒരു സാധാരണ കൃഷിക്കാരനോ തൊഴിലാളിക്കോ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പോലും ഈ ബൈബിള് ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് സിമ്പിൾ, ക്ലിയർ, റൈറ്റ്, റിതമിക് ആൻഡ് മ്യൂസിക്കൽ റൈറ്റിംഗ് സ്റ്റൈൽ ആയിരുന്നു. ഈ ഒരു രീതിയിൽ അദ്ദേഹം ബൈബിൾ എഴുതിയോണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ബൈബിൾ വായിച്ച് മനസ്സിലാക്കുവാനും അതിന്റെ റിതം ആൻഡ് മ്യൂസിക് ക്ലിയർ ആയിട്ട് അവരുടെ മൈൻഡിൽ ഫിക്സ് ആകുവാനും തുടങ്ങി. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹൗ ബൈബിൾ ട്രാൻസ്ലേഷൻ ഹെൽപ്പ് ദ ഇംഗ്ലീഷ് പ്രോസ്. സോ ബിഫോർ ബൈബിൾ ട്രാൻസ്ലേഷൻ, ഓക്കെ, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഒട്ടുമിക്ക മതഗ്രന്ഥങ്ങളും ലാറ്റിൻ ലാംഗ്വേജിലായിരുന്നു. ഓക്കെ, ആൻഡ് ലാറ്റിൻ ലാംഗ്വേജ് വാസ് അൺഅവെയർ ഓഫ് ദ കോമൺ പീപ്പിൾ. സാധാരണപ്പെട്ട ജനങ്ങൾക്കൊന്നും ഈ ലാറ്റിൻ ലാംഗ്വേജ് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് തന്നെ ബൈബിൾ വായിച്ചെടുക്കുക എന്ന് പറയുന്ന കാര്യം വളരെ കഷ്ടമുള്ള കാര്യമായിരുന്നു. സോ അവർ അതിനെ ബൈബിൾ വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് പുരോഹിതന്മാരെയൊക്കെ ആശ്രയിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇംഗ്ലീഷ് ഒരു പ്യുവർ ലിറ്റററി ലാംഗ്വേജ് ആയിട്ട് ഇവോൾവ് ചെയ്യുകയുണ്ടായി. റീഡിംഗ് സ്പ്രെഡ് വൈഡ്ലി. പ്രോസ് ഗദ്യങ്ങൾ വളരെ സിമ്പിളും ക്ലിയറും എക്സ്പ്രസീവും ആയിട്ട് മാറുകയുണ്ടായി. സോ ഇൻ കൺക്ലൂഷൻ, വൈക്ലിഫ് ആൻഡ് ടിൻഡേൽ സക്സസ്ഫുള്ളി ലെയ്ഡ് ദ അബ്സല്യൂട്ട് ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ഇംഗ്ലീഷ് പ്രോസ്. അതായത് വൈക്ലിഫും ടിൻഡേലും ആധുനിക ഇംഗ്ലീഷ് ഗദ്യത്തിന് ശക്തമായ അടിത്തറ പാകി. അതായിരുന്നു അവരുടെ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത്രയും ഈ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളൂ. മോർ വൈക്ലിഫ് ആൻഡ് ടിൻഡേലിന്റെ ലൈഫ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ടൈം ലൈനിന്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് മേജർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഹൗ ഡിഡ് സർ തോമസ് മോർസ് ഉട്ടോപ്പിയ റിഫ്ലക്ട് റെനൈസൻസ് ഹ്യൂമാനിസം. സോ അതിന്റെ റീസണും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. സോ അതുപോലെ തന്നെ ബാക്കിയുള്ള 2 പേരും വരാൻ സാധ്യതയില്ലെന്നാണ് മേജറായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം ഇതാണ്. പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ബൈബിളിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മേജർ കോൺട്രിബ്യൂഷൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് 2 പേരാണ്. ഓക്കെ, വൈക്ലിഫ് ആൻഡ് ടിൻഡേൽ. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം ഓർത്തിരിക്കുക. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്തിട്ട് മാത്രമാണ് ഈ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്ത് ഓരോ സ്ലൈഡും സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ഇവിടെ കംപ്ലീറ്റ്ലി തീർന്നിരിക്കുകയാണ്. ഓവർവ്യൂ വീഡിയോ എന്തായാലും ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ എന്തെങ്കിലും പോരായ്മകളോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.